ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ ഒരു ഹോം ടൂറാണ് കേട്ടോ. അപ്പോൾ ഇതൊരു അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ റോഡിൽ നിന്ന് ഇത്ര ഒരു ദൂരമേ ഉള്ളൂ. പിന്നെ ഇത് 3 നിലയാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പം ഏത് ആളിനെയും പോലെ എനിക്കുള്ളൊരു ആഗ്രഹം സ്വന്തമായിട്ടുള്ളൊരു വീട് വേണമെന്നാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് പടച്ചോനത് നടത്തി തരട്ടെ. അപ്പോൾ ഗേറ്റ് കടന്ന് വരുമ്പോൾ പിന്നെ ലെഫ്റ്റ് സൈഡ് ബേസ്മെൻറ്റിലായിട്ടാണ് പാർക്കിംഗ് ഏരിയ വരുന്നത്. അത് ബേസ്മെൻറ്റിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പാർക്കിംഗ് ഏരിയ. പിന്നെ മുകളിലോട്ട് പോകാനുള്ള എൻട്രൻസ് ഈ ഒരു വഴിയുണ്ട്. പിന്നെ അതല്ലാതെ പാർക്കിംഗ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് കയറിയാലും മുകളിലോട്ട് എത്തും കേട്ടോ. ഇതല്ലാതെ നമ്മൾ ഗേറ്റ് വഴി കടന്ന് ഫ്രണ്ടിലോട്ട് പോകാനേ ഉള്ളൂ. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇതിലേ കൂടിയാണ് സ്റ്റെപ്പ് കയറി വരുന്നത്. ഈ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ ഓഫീസ് വരുന്നത്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലോട്ട് കടക്കുമ്പോഴാണ് ഞങ്ങളുടേതായിട്ടുള്ളൊരു ലോകം. ഞങ്ങൾ താമസിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാൽക്കണി ഏരിയ കഴിഞ്ഞ് പിന്നെ കുറച്ചൊന്ന് സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു ഗ്രില്ല് വെച്ചൊരു ഡോറുണ്ട്. ആ ഒരു ഡോറ് തുറക്കുമ്പോൾ പിന്നെ കാണുന്നതാണ് ഞങ്ങൾ താമസിക്കുന്ന ആ ഒരു 2 ബെഡ്റൂമുള്ള അപ്പാർട്ട്മെൻറ്റ്. പിന്നെ ഈ ഒരു പോർഷൻസാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇറങ്ങുമ്പോഴുള്ളത്. അപ്പോൾ പിന്നെ ഷൂറാക്ക് വെക്കാനും പിന്നെ 2 ചെടികളൊക്കെ വെക്കാനുള്ള ഏരിയ മാത്രമേ ഉള്ളൂ. പിന്നെ കടക്കുമ്പോൾ തന്നെ ഹോളാണ്. ഹോളിൽ കാര്യമായിട്ടുള്ള ഫർണിച്ചറൊന്നുമില്ല, 2 സെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ലിവിങ് റൂമിനെയും ഡൈനിങ് റൂമിനെയും തമ്മിൽ തിരിക്കാനായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു സ്റ്റാൻഡ് പോലത്തെ സംഭവം വെച്ചത്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ ചെയ്യാം. കുട്ടികളുടെ ബുക്സും അതൊക്കെ വെക്കുകയും ചെയ്യാം. ഒരു സെപ്പറേഷനും കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഡൈനിങ് ഏരിയയും ലിവിങ് റൂമും തമ്മിൽ ഒരു സെപ്പറേഷൻ അത് വെച്ചത് കൊണ്ടാണ് കിട്ടിയത്. അല്ലാതെ ഞങ്ങൾ വന്ന ടൈമിൽ ഇതെല്ലാം ഒന്നായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളെന്ന് വെച്ചാൽ ഓദിക്കാൻ വേണ്ടി ഉസ്താദൊക്കെ വരുമ്പം ജസ്റ്റ് നമുക്ക് അടുക്കളയാണെങ്കിലും ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ അത് അവിടെ ഇരുന്ന് കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു സ്റ്റാൻഡ് വെച്ചത്. ഇനിയിപ്പോൾ ഹോള് കടന്ന് പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഇതാണ് കേട്ടോ കുറച്ച് അത്യാവശ്യം വലിയ ഒരു ബെഡ്റൂമാണ്. അപ്പോൾ ഇവിടെ ബെഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് 2 അലമാരകളാണ് കേട്ടോ. ചില പഴയ ഡ്രസ്സും പുതിയ ഡ്രസ്സും വെക്കാൻ വേണ്ടിയാണ്, കുട്ടികളുടേതാണെങ്കിലും. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ വന്നപ്പോൾ എന്ന് വെച്ചാൽ അവിടെ ബെർത്തുകളോ അങ്ങനെ ഷെൽഫൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു അലമാര മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഞങ്ങൾ നേരത്തെ താമസിച്ച വീട്ടിലാണെങ്കിൽ ആ ഒരു വാൾഡ്രോബൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെയായിരുന്നു കുട്ടികളുടെ ഡ്രസ്സൊക്കെ വെച്ചിരുന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ അലമാരയൊക്കെ വാങ്ങിക്കേണ്ടി വന്നത്. കാരണം നേരത്തെ താമസിച്ച വീടെന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിലൊക്കെ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റൂം കടന്ന് പിന്നെ ഒരു ചെറിയ റൂമാണ് കേട്ടോ. അത് അധികം വലുതില്ല. ഈ ഒരു റൂമിലാണ്. പിന്നെ വെച്ചാൽ ഹോളിൽ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. അതിപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് വുളുവൊക്കെ എടുക്കാനാട്ടോ നിസ്കരിക്കുമ്പോൾ. അല്ലാതെ അങ്ങനെ യൂസ് ആക്കലില്ല. കാരണം 2 ബെഡ്റൂമിലും ബാത്റൂമും ഉള്ളതുകൊണ്ട് പിന്നെ ഇതങ്ങനെ യൂസ് ആക്കുന്നില്ല കേട്ടോ. പിന്നെ അപ്പോൾ ഇതാണ് വേറൊരു ബെഡ്റൂം. അതിലാണ് കുട്ടികളുടെ ബുക്സും ബാഗും അവരുടെ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഇതിലാണ് കേട്ടോ. അപ്പോൾ ഡൈനിങ് ഏരിയ കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് കിച്ചൺ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലോകം. കിച്ചൺ എന്ന് വെച്ചാൽ വളരെ ചെറുതാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പോർഷൻസ് മുതലാണ്. പിന്നെ ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ. ഓപ്പൺ ഡോർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ടൈമിലും നല്ലപോലെ ഇടേണ്ട ആവശ്യമുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ക്യാബിൻ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ക്യാബിൻ ഉണ്ടല്ലോ, അതൊരു 4 സെക്ഷനായിട്ടാണ് കേട്ടോ പണിതിരിക്കുന്നത്. അതിലേക്കാണ് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത്.
തന്നെയാണ് കേട്ടോ വാഷിംഗ് മെഷീൻ്റെ ആ ഒരു കണക്ഷനും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്, ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്, മിക്സി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഞാൻ കുക്ക് ചെയ്ത ഐറ്റംസൊക്കെ ഈ ഒരു കൗണ്ടർ ടോപ്പിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര ഒരു സ്പേസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഫിഷ് ഫ്രൈയും നല്ല ഫിഷ് കറിയുമാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഗ്ലാസ് ഹോൾഡറൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സൈഡായിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒനിയൻ ഒക്കെ വെക്കാൻ വേണ്ടിയുള്ള ആ ഒരു റാക്കുണ്ട്. പിന്നെ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കാണ് കേട്ടോ കീപ്പ് ചെയ്യുന്നത്. അതിപ്പോൾ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി ഹരിത കേരളത്തിൽ നിന്നൊക്കെ അവർ വരുമല്ലോ. അപ്പോൾ അവർ മാസത്തിൽ ഒരു പ്രാവശ്യമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ആ പ്ലാസ്റ്റിക് എല്ലാം സ്റ്റോർ ചെയ്യും. പിന്നെ സെപ്പറേറ്റ് കടലാസൊക്കെ വേറെ ഇതിലാണ് കേട്ടോ സൂക്ഷിക്കുന്നത്. പിന്നെന്താ, പിന്നെ റൈസ് കുക്കർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ചെറിയൊരു പോർഷൻസ് ആണ് കേട്ടോ എൻ്റെ കിച്ചൺ എന്ന് പറയുന്നത്. ഈ ഒരു കൗണ്ടർ ടോപ്പ് ഇത്ര ഭാഗമാണ് കേട്ടോ എൻ്റെ വീഡിയോസിൽ കുക്കിംഗ് ആ ഒരു പോർഷൻസ് ഇത്ര ഒരു ഭാഗമാണുള്ളത്. അപ്പോൾ ചെറിയൊരു കൗണ്ടർ ടോപ്പാണ്. പിന്നെ എനിക്ക് ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഈ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വൈറ്റ് കൗണ്ടർ ടോപ്പൊക്കെ വേണമെന്നൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം ബ്ലാക്ക് ഒരുപാട് അട്രാക്റ്റീവ് ഒന്നും അല്ലല്ലോ. അപ്പോൾ സ്വന്തം വീടാകുമ്പോൾ എന്തായാലും ചെയ്യാം. റെൻറ്റ് ഹൗസ് ആകുമ്പോൾ നമ്മളുടെ ഇഷ്ടങ്ങളൊന്നും നടക്കത്തില്ലല്ലോ, നമ്മൾ ഇഷ്ടപ്പെട്ടല്ലേ പറ്റൂ. അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ ഒരു 8 വർഷത്തോളം താമസിച്ചിരുന്ന വീടെന്ന് വെച്ചാൽ മുൻപിലും പുറകിലൊക്കെ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ ഫസ്റ്റ് ടൈമിലൊക്കെ വന്നപ്പം അവർക്ക് കളിക്കാനും ഒരുപാട് ആ ഒരു ഔട്ട്ഡോർ ഗെയിംസൊക്കെ അവർ ഒരുപാട് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഇങ്ങനെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറിയപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അവരും കൺജസ്റ്റഡ് ആയ പോലെ കളിക്കാൻ ഏരിയ ഇല്ല. പിന്നെ എനിക്കും മുൻവശത്ത് കുറേ ചെടികളൊക്കെ വെച്ച് വളർത്തി അതൊക്കെയാണ് ഇഷ്ടം. പക്ഷേ അപ്പാർട്ട്മെൻ്റ് ആകുമ്പോൾ അതൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരു ചെടി അങ്ങനെ വാങ്ങിച്ചു വെച്ചു. അപ്പോൾ എൻ്റെ ഹോം ടൂർ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.